അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? എന്നും സുഖമായിട്ടിരിക്കട്ടെ. അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്ത് സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് മുഹറം 11-ാമത്തെ ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇന്നൊരു ദുആനെ കുറിച്ചാണ് കേട്ടോ. ഈ ഒരു ദുആ എത്ര തന്നെ മനസ്സിലുള്ള കഠിനമായ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നൊരു ദുആയാണ്. മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറയുന്ന ഈ ഒരു ദുആ നിങ്ങൾ ചൊല്ലിയാൽ എത്ര തന്നെ വിഷമം പിടിച്ച കാര്യമാണെങ്കിലും ആ ഒരു കാര്യത്തിന് അള്ളാഹു ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗം നിങ്ങളെ മുന്നിൽ അള്ളാഹ് കാണിച്ചു തരും. അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ വന്നാൽ ചൊല്ലുന്ന ഒരു ദുആ ആണിത്. ഇതിൻ്റെ പേര് തന്നെ ദുആഉൽ കർബ് എന്നാണ്. പേര് തന്നെ ദുആഉൽ കർബ് എന്നാണ്. അതുകൊണ്ട് ഈ ദുആ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടോ. നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിയ്യത്താക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം, ഇത്ര എണ്ണം ചൊല്ലണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ചൊല്ലി തീർക്കാൻ പറ്റുക ആ ഒരു എണ്ണം നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലുക. അപ്പോൾ ഇതാ ഞാൻ നീട്ടിക്കൊണ്ട് പോവാതെ തന്നെ ഞാനിതാ ദുആ ഏതാണെന്ന് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ഇത് നോക്കിയിട്ട് ഓതട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർഷിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർഷിൽ കരീം എന്ന ദുആ ആണ് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർഷിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർഷിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർഷിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർഷിൽ കരീം. മനസ്സിലായില്ലേ ഈ ദുആ? അപ്പോൾ ഈ ദുആ നിങ്ങൾക്ക് പറ്റുന്ന 100 എണ്ണമാണെങ്കിൽ 100 എണ്ണം, 33 എണ്ണമാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് എങ്കിൽ 33 എണ്ണം നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. ചൊല്ലുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഓരോ വീഡിയോയിലായിട്ടും, ചൊല്ലുന്ന സമയത്ത് എങ്ങനെ വേണമെന്നറിയോ? എവിടെയെങ്കിലും നിങ്ങൾ ഇരുന്നിട്ട് ഒരു തസ്ബീഹ് മാലയോ കൗണ്ടറോ എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് തന്നെ ഇത് ചൊല്ലിത്തുടങ്ങിയിട്ട് എത്ര എണ്ണമാണ് നിങ്ങൾ ചൊല്ലാൻ ഉദ്ദേശിച്ചത് ആ ഒരെണ്ണം തീരുന്നത് വരെ നിങ്ങൾ സംസാരിക്കരുത്. ഈ ഒരു ദുആയിലേക്ക് മാത്രം മനസ്സ് കൊടുത്ത് നിങ്ങളിത് ഓതുക. ഈ ഒരു ദുആയിലേക്ക് മാത്രം മനസ്സ് കൊടുക്കുക. ഇത് ചൊല്ലുന്നതിനോടൊപ്പം തന്നെ ഈ ദുആ ഇങ്ങനെ ചൊല്ലുന്നതോടൊപ്പം തന്നെ ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് അള്ളാഹിനോടുള്ള ഒരു മനസ്സ്, അള്ളാഹുവിലേക്ക് ആ മനസ്സ് കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങളെ പ്രയാസം മാറും. നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമം വരുന്ന സമയത്ത് ചൊല്ലുന്ന ഒരു ദുആ ആണിത്. അതുകൊണ്ട് നമ്മുടെ പ്രയാസവും അള്ളാഹു തീർത്തു തരും. എൻ്റെ വിഷമം അള്ളാഹ് തീർത്തു തരും. സമാധാനമുള്ള ജീവിതം എനിക്കും അള്ളാഹ് നൽകും എന്ന മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ഓതിക്കോളി. അതുപോലെ തന്നെ ഞാൻ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാനുള്ളൊരു ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ? എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാവും ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ. അപ്പോൾ ആ ഒരു ദിക്റ്, ആ ഒരു ഇസ്മുകൾ 4 ഇസ്മാണ്. അള്ളാൻ്റെ 4 നാമങ്ങളാണ് അതിലൊരുമിച്ച് നമ്മൾ ചൊല്ലുന്നത്. യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു. ഈ ഒരു ഇസ്മുകളുണ്ടല്ലോ, ഇന്നലെ അല്ല മനിയാന്നാണെന്ന് തോന്നുന്നുണ്ട്, ഒരു ഉമ്മ വോയിസ് കോൾ ഒരുപാട് തവണ വോയിസ് കോൾ വിളിച്ചിട്ട് പിന്നെ ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കിയ സമയത്താണ് അവരുടെ വോയിസ് 4 or 5 വോയിസ് അവർ അതിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? അവർക്ക് കടം വാങ്ങിയിട്ടുള്ള പണ്ടമുണ്ടായിരുന്നു എടുത്തു കൊടുക്കാനുള്ള, അതിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്യുക മോളെ എന്ന് എപ്പോഴും എന്നോട് വോയിസിലൂടെ അവർ ചോദിക്കാറുണ്ട്. കമൻറ്റും ഇടാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കമൻറ്റ് എപ്പോഴും ഇടാറുണ്ട്. അയൽവാസിയുടെ സ്വർണ്ണമാണ് എടുത്തത്, അതവർ ഒരുപാടായി അവരോട് ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നു, ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ ഈ ദിക്റ് ഞാൻ പറഞ്ഞ അന്ന് മുതലായിട്ട് ചൊല്ലാൻ തുടങ്ങി.
വിടാതെ തന്നെ. എന്നാലും എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും വേറെ എന്തെങ്കിലും ദിക്റോ സ്വലാത്തോ പറഞ്ഞു തരുമോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും ഈ ദിക്റിനെ പറ്റി. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു, ഇത് നിങ്ങൾ ചൊല്ലിക്കോളി എന്ന് പറയുമ്പോൾ എന്നോട് പറയും. ഞാൻ മോൾ ആ ക്ലാസ്സിൽ കേട്ട അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് ഞാൻ 313 തവണ ഞാൻ നിയ്യത്താക്കി ചൊല്ലിപ്പോരുന്നുണ്ട്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ നിത്യേന ഞാൻ ചൊല്ലാറുണ്ട്. ഇന്ന് വരെ മുടക്കം വന്നിട്ടില്ല. എനിക്ക് പ്രതീക്ഷയുണ്ട് മോളെ, അള്ളാഹ് എന്തെങ്കിലും വഴി കാണിച്ചു തരും. എന്നാലും ഒരു സമാധാനമില്ല. ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് മോളോട് ഞാൻ വോയിസിലായിട്ട് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ അവർക്ക് എടുത്തു കൊടുക്കാനുള്ള പണ്ടത്തിൻ്റെ പൈസ 1.5 ലക്ഷം രൂപ ഇന്നലെ അവരെ കയ്യിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പണം അവർക്ക് കിട്ടിയെന്ന്. ആ പണം ഇപ്പോഴൊന്നും കിട്ടുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഇവരോട് വേറെ ആൾക്കാർ വാങ്ങിയ പൈസയാണത്. അത് ഉണ്ടല്ലോ, അത് കിട്ടുന്ന സമയത്ത് ഇവരുടെ പണ്ടം എടുത്തു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ആ പണ്ടം ഇവർ പണയം വെച്ചത്. ഒരുപാട് ചോദിച്ചിട്ടും അവർ ആ പണം കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ 2 ദിവസത്തിൻ്റെ മുന്നേ ആയിട്ട് അവർ കൊണ്ടു തന്നു ആ പണ്ടം എടുത്തു കൊടുത്തു എന്നതിൻ്റെ ശേഷമാണ്, ആ പണ്ടം എടുത്തു കൊടുത്തതിൻ്റെ ശേഷമാണ് എനിക്ക് വോയിസ് ഇടുന്നത്. ഒരുപാട് സന്തോഷം, കരഞ്ഞോണ്ടാണ് പറയുന്നത്. ഇത് ഇനിയും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അയൽവാസികളാണിത്ത. എപ്പോഴും അവളെ ഞങ്ങൾ കാണാറുണ്ട്. എനിക്ക് വിഷമമാണ് അവളെ കാണുന്ന സമയത്ത്. എനിക്ക് ഭർത്താവിനോട് കൂടി ചോദിക്കാതെയാണ് അവളെ പണ്ടം എനിക്ക് അവൾ എടുത്തു തന്നിട്ടുള്ളത് എന്ന് എന്നോട് പറയാറുണ്ട്. എന്നോട് എപ്പോഴും മോളെ വിളിച്ചിട്ട് സങ്കടം പറയുന്ന ഒരു ഉമ്മയാണ്. ഏതായാലും അള്ളാഹുവിൻ്റെ ഒരുപാട് ഹംദ് ആ ഒരു ഉമ്മ എന്നിട്ട് പറയാണ്, എത്രയാണ് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് എനിക്കറിയില്ല മോളെ. അത്രക്കും ഞാൻ കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് ഞാൻ ശുക്ർ പറഞ്ഞിട്ടുണ്ട് എന്ന്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൽ പറയാനുള്ള കാരണം അവർ പറഞ്ഞതാണ് കേട്ടോ, നിങ്ങൾ വീഡിയോയിൽ പറയണമെന്ന്. അങ്ങനെ പറയുന്നവരുടേത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറയാറുമുള്ളത്. അങ്ങനെ ഓരോരുത്തർ പറയും, ഇത്താ നിങ്ങൾ വീഡിയോ പറയുന്ന സമയത്ത് എൻ്റെ ഈ കാര്യം ഒന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന്. അപ്പം ഇപ്പം ഇത് കേൾക്കുന്ന സമയത്ത് ഇനിയും ഇത് ഒരുപാട് തവണ ചൊല്ലി നിർത്തി വെച്ചവരൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഒരുപാട് ചൊല്ലി എനിക്കൊരു ഫലവും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ചൊല്ലാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഫലമില്ല എന്ന് പറഞ്ഞ് നിർത്തി വെക്കും. നിർത്തി വെക്കണ്ട കേട്ടോ, നിങ്ങൾ മുറുകെ പിടിച്ചോളി. മാസങ്ങളോളം വർഷങ്ങളോളം ചൊല്ലിക്കോളി, നിങ്ങൾക്ക് കരകയറ്റം കിട്ടും. പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഇതാ ഇന്നത്തെ വോയിസിലായിട്ട് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ, ഈ ഒരു എന്നോട് പൈസൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു ഈ ദിക്റ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റ് ഞാൻ പറഞ്ഞു കൊടുത്തപ്പം ഞാൻ ആ ദിക്റ് ചൊല്ലാറുണ്ട്. ഇത്താൻ്റെ ക്ലാസ് കേട്ടതിൻ്റെ ശേഷം ഞാൻ ചൊല്ലാറുണ്ട്. പണത്തിനൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. ഒരുപാട് പണം കയ്യിൽ വന്നിട്ടില്ലെങ്കിലും പണം കയ്യിലില്ലാത്ത ഒരു സമയം ഉണ്ടാവാറില്ല എന്ന്. ഈ ദിക്റ് നിത്യേന ഞാൻ ചൊല്ലുന്നുണ്ട് എന്ന്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ പ്രയാസമൊക്കെ അനുഭവിക്കുന്നവരോട് ഞാൻ വീണ്ടും പറയാണ്, ചൊല്ലിക്കോളി, നിർത്തിവെക്കേണ്ട. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റ് ചൊല്ലിക്കോളി. അതുപോലെ തന്നെയാണ് സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടുള്ള ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു സ്വഹാബി പണക്കാരനായിട്ടുള്ള ചരിത്രമുണ്ട് ഈ ദിക്റിനെ കുറിച്ച്. അപ്പോൾ ഈ ദിക്റ് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തിക്കോളി. സാമ്പത്തികമായിട്ടുള്ള ടെൻഷനൊക്കെ അനുഭവിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റുണ്ടല്ലോ, അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു മാസമൊക്കെ ചൊല്ലിയവരൊക്കെ ഉണ്ടാവും. എനിക്ക് ഫലമില്ല എന്ന് പറഞ്ഞ് നിർത്തി വെക്കേണ്ട കേട്ടോ. ചൊല്ലിക്കോളി, തുടരെയായിട്ട് ചൊല്ലിക്കോളി. നിങ്ങൾക്ക് അതിൻ്റെ ഫലം അള്ളാഹ് കാണിച്ചു തരും. സന്തോഷം അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരു സമാധാനത്തിനുള്ള ഒരു വഴി നിങ്ങൾക്ക് അള്ളാഹ് തുറന്നു തരും. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടതിൻ്റെ ശേഷം പറഞ്ഞതുപോലെയൊക്കെ ചെയ്യട്ടോ. ഞാൻ ഓരോ ക്ലാസ്സിനും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തണം. എന്നാലാണ് ഈ പറഞ്ഞു തരുന്ന എനിക്ക് എന്തെങ്കിലും ഒരു കൂലി അള്ളാൻ്റെ അടുത്ത് നിന്ന് കിട്ടുള്ളൂ അല്ലേ.
എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ പകർത്താൻ നോക്കണം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കിനി മുത്ത് റസൂലിൻ്റെ പേരിൽ 3 ഫാത്തിഹ ഓതാം. ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്വലാത്ത് ചൊല്ലട്ടോ. 4 സ്വലാത്ത് 11 തവണ എൻ്റെ ഒപ്പമായിട്ട് ചൊല്ലിക്കോളിട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجه الكريم
وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. റബ്ബേ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്തു താ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ട് അല്ലാ. ഒരുപാട് പേര് ദുആ ചെയ്യണമെന്ന് പറയാറുണ്ട് നിത്യേനയായിട്ട്. റബ്ബേ, അവരുടെയൊക്കെ വിഷമങ്ങൾ പ്രയാസങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ. എല്ലാത്തിനും നീ റാഹത്തും സമാധാനവും നൽകല്ല. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. റബ്ബേ, ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണുള്ളത്. റഹ്മാനായ റബ്ബേ, അവരുടെ കടം അവർ പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തിലൂടെ ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ അത് വീട്ടാനുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ, സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകല്ല. റബ്ബേ, മാരകമായ അസുഖത്തെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ ആർക്കെങ്കിലും മാരകമായ അസുഖങ്ങളുണ്ടെങ്കിൽ അത് നീ കരിച്ചു കളയണേ അല്ലാ. റബ്ബേ, നീ കരിച്ചു കളയണേ അല്ലാ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനായ റബ്ബേ. റബ്ബേ, ഞങ്ങളെ മാനസികമായ വിഷമങ്ങൾ തീർക്കല്ല, സാമ്പത്തികമായ വിഷമങ്ങൾ തീർക്കല്ല, ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ തീർക്കല്ല. എല്ലാം തീർത്ത് സമാധാനം നൽകണേ അല്ലാ. സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, എന്നോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ. അവരുടെ പ്രയാസം നീ തീർത്തു കൊടുക്കല്ല. അവരുടെ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കല്ല. സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് റബ്ബേ, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഖബറിലാണ് റഹ്മാനെ. ഞങ്ങളെ ഉമ്മമാര്, ഉപ്പമാര്, ആങ്ങളമാര്, അയൽവാസികൾ, ബന്ധുക്കൾ, റബ്ബേ, അവരുടെയൊക്കെ ഖബറിന് കണ്ണെത്താ ദൂരത്തോളം പ്രകാശം നൽകണേ അല്ലാ. അവരറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ ദോഷങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കല്ല. റബ്ബേ, ജീവിച്ച് കൊതി തീരാതെ മരണപ്പെട്ടു പോയവരാണ് റഹ്മാനായ റബ്ബേ. മണ്ണിൽ പോയി കിടക്കുന്നതല്ല. അവരുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല റഹ്മാനെ. റബ്ബേ, അവിടെ സ്വർഗം നൽകണേ അല്ലാ. അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളും മരണപ്പെടുന്ന സമയത്ത് അവരോടൊപ്പം സ്വർഗത്തിലാക്കണേ റഹ്മാനായ റബ്ബേ. റബ്ബേ, ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം തരണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം തരണേ അല്ലാ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. എല്ലാവരോടും നിങ്ങളെ ദുആയിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും, എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളയും ഒക്കെ മരണപ്പെട്ടു പോയതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് മരണപ്പെട്ടവരുണ്ട്. നിങ്ങൾ ദുആയിൽ അവരെല്ലാവരും നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ. ആരുടെ ദുആയാണല്ലോ സ്വീകരിക്കുക നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആകളൊക്കെ അല്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.